നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു, UDF വിജയിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഹൈക്കമാൻഡാണ്. ഇത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ ജനങ്ങൾ പുറത്ത് ഫ്ലെക്സുകൾ വെക്കുകയും അവരുടെ നേതാക്കന്മാരെ പുകഴ്ത്തി കാണിച്ചും കൊണ്ടുള്ള സമരങ്ങളും സമര പരിപാടികളും അതോടൊപ്പം തന്നെ PD സതീശന് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ ഒക്കെ തന്നെ പ്രചരണങ്ങൾ നൽകുകയും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിലുള്ള ഈ അരക്ഷിതാവസ്ഥ ഇന്നത്തെ രാഷ്ട്രീയ നില എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ടുള്ള രണ്ടാളുകളാണ്, ഷാഹിദ്, മുരളി. നമുക്ക് ഇവരോട് ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം ആരായി. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ ഒരു അനിശ്ചിതാവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതിലുള്ള കാര്യങ്ങൾ ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു പാർട്ടി കാണിക്കുന്നത്. കാരണം ഇത്രയും മഹാഭൂരിപക്ഷത്തിൽ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തു, അല്ലെ കോൺഗ്രസിന് വോട്ട് ചെയ്തു, എന്നിട്ടൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇത്രയും അലംഭാവം കാണിക്കാറുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന് ചരിത്രത്തിൽ ആദ്യമാണ്. ഇത്തരം പരിപാടികൾ നമ്മൾ കണ്ടിട്ടില്ല. മുമ്പ് VS അച്യുതാനന്ദ മുഖ്യമന്ത്രിയാണെന്നുള്ള വിവാദം ഉണ്ടായിരുന്നു. അത് അതെ 8 ദിവസത്തോളം പ്രകടനം ഉണ്ടായിരുന്നു. അപ്പൊ അതിലേറെ സമയം പിടിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. ഇത് തികച്ചും ലജ്ജാവഹമാണ്. കാരണം ഇതിന്റെ ഒരു ആവശ്യമില്ല. ആര് എന്ത് എങ്ങനെയുള്ളതല്ല, മുഖ്യമന്ത്രി പെട്ടെന്ന് വരണം. കേരളത്തിൽ മുഖ്യമന്ത്രി വരാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചത്. അതായത് VD സതീശൻ പറഞ്ഞിരുന്നു എങ്കിൽ പോലും സത്യത്തിലും കഥയുണ്ട്. ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ഹോമം നടക്കുകയാണ്. എല്ലാവരും ആ ഹോമത്തിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഒരു കുട്ടി മാത്രമാണ് കുട ഉണ്ടായിരുന്നത്. അതായത് ആ മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പോലും എന്തായിട്ടുണ്ടായിരുന്നില്ല, മഴ പെയ്യുന്ന ശക്തമായിട്ടൊരു ഉറപ്പുണ്ടായിരുന്നു. ആ കുട്ടിക്ക് മാത്രം ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ആ കുടയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ VD സതീശൻ സീറ്റിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങള് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഇത് VD സതീശനിൽ നിന്നുള്ള ഒരു കോൺഫിഡന്റ് ആണ് ഈ കേരള ജനത പൊതുവികാരമായിട്ട് കാണുന്നത്. VD സതീശനിലാണ് ആ ഒരു കോൺഫിഡന്റിലാണ് കാണുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പേ VD സതീശൻ പറയുന്നുണ്ട് 100-100-ലധികം സീറ്റ് എന്നുള്ളത്. അപ്പോ ജനങ്ങൾ അത് ശരിയാവോ എന്നുള്ള ആശങ്കയിലേക്ക്, ശരിയായാൽ മതിയായിരുന്നു, VD സതീശൻ പറഞ്ഞത് ശരിയായാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു തോന്നല് വന്ന്, പക്ഷെ അത് ശരിയായപ്പോ ആളുകൾ VD സതീശൻ എല്ലാം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ VD സതീശനെ ചെയ്യുന്ന വെച്ചാല് ഈ കേരളത്തിന് ഒരു ചിത്രം തരികയാണ്. ഈ കേരളം എങ്ങനെ ആയിരിക്കണം. ഇതിപ്പോ ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ, ഈ കേരളത്തില് VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. ആര് എന്ത് എന്നുള്ളതല്ല, മുഖ്യമന്ത്രി ആര് എന്ത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഇവിടെ കണക്കുകൂട്ടലുകളൊക്കെ കറക്റ്റ് ആയിരുന്നു. സംസാരിക്കുന്ന രീതി, ഒരു പ്രൊഫഷണലിസം നമ്മൾ പറയുന്നത് ചെയ്യുന്നുള്ളൂ, അത് യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. അതേപോലെ VD സതീശൻ പറഞ്ഞ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചില്ല, ഞാൻ പാർട്ടിയെ വളർത്താനായിരുന്നു ശ്രമിച്ചത് എന്നൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അത് നമുക്ക് കാണാൻ സാധിച്ചു വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ. കാരണം 50-ലേറെ MLA-മാരൊക്കെ പിന്താങ്ങുന്ന 9 പിന്താങ്ങുന്ന സമയത്ത് VD സതീശനെ പിന്താങ്ങാൻ ഭൂമിയില്ല. വിശ്വാസം അർപ്പിച്ചത് ജനങ്ങളാണ്. വിവാദമായതിന്റെ ശേഷമാണ് ആ ഗ്രൂപ്പിസം സംഗതികളൊക്കെ പിന്നെ വരുന്നത്. വിവാദമായതിന്റെ ശേഷം, വിവാദമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ ഇത് ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് നിശ്ചയിച്ചിട്ട് പെട്ടെന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും വരില്ല. പാർട്ടിക്ക് ചെറിയൊരു ഡാമേജ് വന്ന പോലെയാണ്. ആളുകളുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ചെറിയ നേതാക്കന്മാർ വരെ, ഭാരവാഹിത്വം വഹിക്കുന്ന നേതാക്കന്മാർ വരെ മറ്റുള്ള നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി തോൽക്കുമെന്നുള്ള
കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നിലപാട് വരുന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറുന്ന Yes, yes. രീതിയിലേക്ക് അല്ല, അതിലൊരു പരിധി വരെ ഈ എതിർകക്ഷി CPM-ന്റെ പാർട്ടിക്കാർ വരെ ഇതിൽ വല്ലാതെ ഇൻവോൾവ് ഭാഗമാക്കി കളിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാം, ബോർഡ് കൊണ്ടുപോയി വെക്കല്, മറ്റുള്ള സംഗതികൾ, അതുപോലുള്ള മറ്റ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെ വിഭജിപ്പിക്കാൻ പറ്റും എന്നുള്ളത് വെള്ളാപ്പള്ളി പോലുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അത് വളരെയേറെ അതിനുവേണ്ടി ഒരു പ്രയത്നിക്കുന്നുണ്ട്. പിന്നെ VD സതീശനെ കുറിച്ച് ഒരു മതേതരത്വ നിലപാടുള്ള ആളായതുകൊണ്ട് തന്നെ ഈ ഇത്തരം ആളുകൾക്കൊക്കെ അലർജിയാണ് VD സതീശൻ വരരുത് എന്നുള്ളത്. അങ്ങനെ ഒരു കൂടി ഉണ്ടായില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, VD സതീശനാണ് വരുന്നതെങ്കിൽ, താനാണ് വരുന്നതെങ്കിൽ ഹിന്ദു തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. എന്താണ് അതിന്റെ സത്യാവസ്ഥ? എങ്ങനെയാണ് അതിനെ മനസ്സിലായില്ല? ഹിന്ദു തീവ്രവാദത്തിനെതിരെ ഇന്ന് എന്നാ തോന്നുന്നു കണ്ടിരുന്നു? അത് എങ്ങനെയാണ് അതിന്റെ നിങ്ങൾ പറഞ്ഞതുപോലെ മത നിരപേക്ഷമായിട്ടാണ് VD സതീശൻ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഹിന്ദു തീവ്രവാദത്തിനെതിരെ VD സതീശന്റെ പ്രവർത്തനം ഉണ്ടാകും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്നുള്ളത് പറയുക സ്റ്റേറ്റ്മെന്റ് വരികയും ചെയ്തു. അത് തീവ്രവാദം ഹിന്ദു മുസ്ലിം തീവ്രവാദമല്ല. തീവ്രവാദം എന്നുള്ള ഒരു മതത്തിന്റെ സാധനമല്ല, അത് ചില മനസ്സാണ്. അതിനെതിരെ പ്രതികരിക്കുന്ന സത്യമാണ്. നല്ല നല്ല നിലപാടാണല്ലോ അത്. ആര് വന്നാലും ഒരു വർഗീയവാദിയുടെ വോട്ട് ആവശ്യമില്ല എന്ന് തീർത്ത് പറഞ്ഞത് നല്ല നിലപാടല്ലേ? നല്ല നിലപാടാണ്. വളരെ ആരാണ് പറയാ ധൈര്യപ്പെടുക. അതുകൊണ്ടാണ് ജനവികാരമായിട്ട് VD സതീശൻ മാറി. ഒരു വർഗീയവാദിന്റെയോ ഒരു പണ്ഡിതന്മാരോ തെണ്ണ നിറങ്ങാനും പോയിട്ടുമില്ല. ഇതിൽ വലിയൊരു സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ നൽകിയ AP വിഭാഗം ഇലക്ഷന് മുമ്പ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ LDF-നാണ്, മാർക്സിസ്റ്റാണെന്ന് പറഞ്ഞ AP വിഭാഗം ഇന്ന് KCക്ക് പിന്തുണ നൽകുന്നത് എങ്ങനെ? വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം എങ്ങനെയാണ് KCക്ക് പിന്തുണ നൽകുന്നത്? അതിന്റെ അവസ്ഥ എന്താ? അതിന്റെ മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരം. VD സതീശൻ ഉന്നയിച്ച തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മറുപടി. അതിനെതിരെ അവരാണെന്നുള്ളത് തോന്നിക്കുന്ന രീതിയിലാണ് ആരാ സംസാരിച്ചത്. KC മോശം എന്നല്ല പറയുന്നത്. അപ്പൊ അയാളത് പറഞ്ഞില്ല. പക്ഷെ പിന്നെ VD സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസ് ബാധിക്കുന്ന വിഷയമല്ല. കാരണം വെച്ചാല് AP വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന നമുക്ക് പറഞ്ഞ രണ്ട് തോണിയിൽ കാലിടുക എന്ന് പറയുന്നത് പോലെ. കാരണം LDF സർക്കാർ വരും എന്നുള്ളൊരു തോന്നലോട് കൂടി LDF-നെ വേണ്ടിയിട്ട് പിന്തുണയ്ക്കുകയും പിന്നീട് MLA-മാർ കൂടുതൽ KCയുടെ കൂടെ ആണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ KCക്ക് വേണ്ടിയിട്ട് പിന്തുണ ഏത് രീതിയിലാണ് ഈ വിഭാഗം നൽകുന്നത്. അല്ല, അത് AP വിഭാഗം മാത്രമല്ല, പല സംഘടനകളും പല വിഭാഗങ്ങളും ഇപ്പോ അത് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഈ വിഭാഗത്തിനോട് പ്രത്യേകത പരസ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇലക്ഷന് മുൻപ് പിന്തുണ നൽകിയ സംഘടനയാണ്. അപ്പോ അവര് പൂർണ്ണമായിട്ട് ഈ അവസ്ഥയിൽ നിന്ന് മാറി പബ്ലിക്കായിട്ട് പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിഭാഗം പിന്തുണ നൽകിയതാണല്ലോ, അല്ല, പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. നൽകി വരുന്നതാണ്. അല്ല, പറഞ്ഞിരുന്നു അല്ലെ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ വിഭാഗം തൊട്ട് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴാണ് എന്തായാലും മറ്റേ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുള്ള കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ചില ആളുകൾ, ചില നേതാക്കന്മാര് മുഖ്യമന്ത്രി ഒന്നില്ലേലും വേണ്ടില്ല, ഒരിങ്ങനെ കണ്ടുരസിക്കുന്നില്ല. അത് നമ്മളെ ഹൈക്കമാൻഡ് കണ്ടുകൊണ്ട് നമ്മളെ ജനങ്ങളെ അതിന് ഇതിൽ വിധി എഴുതിയ ആളുകൾ. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആരായാലും, ഏത് മുഖ്യമന്ത്രി ആരായാലും വേണ്ടില്ല, ജനങ്ങളെ ഇത്രയും മുൻപിലാക്കിക്കൊണ്ട് നിർത്താതെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, കാര്യം അങ്ങനെയല്ല വേണ്ടത്. കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ട്, ഇതുവരെ പറഞ്ഞിരുന്ന ഒരു നിലപാടാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വളരെ വലുതാണെങ്കിൽ പോലും ജനാധിപത്യത്തിന്റെ ഇങ്ങനത്തെ അവസ്ഥയിൽ വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. അതായത് കർക്കശമായിട്ടുള്ള കേഡർപാർട്ടികൾക്ക് എടുക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും അത് വല്ലാത്ത അവസ്ഥകൾ പല സമയത്ത് വരാറുണ്ട്. അപ്പൊ അതേപോലെയുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ ജനാധിപത്യം എന്നുള്ള ഒരു നമ്മുടെ പുകഴ്ത്തി കാണിക്കുന്ന ഈ ഒരു വിഷയമാണ് ഇപ്പൊ ശരിക്കും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി ആർക്കും അഭിപ്രായം ഉന്നയിക്കാം എന്നുള്ള അല്ലെ? കേഡർ പാർട്ടി അല്ലാത്തതുകൊണ്ട് ജനാധിപത്യ പാർട്ടി അതുകൊണ്ട് ആർക്കും എന്തും പറയാം. ഇന്നലെ മിനിയാന്നും മുരളീധരന്റെ ഫ്ലക്സ് വന്നു. അതേപോലെ തന്നെ നമ്മുടെ ശശി തരൂരിന്റെ ഫ്ലക്സ് വന്നു. ഇത് ആര് വെക്കുന്നു എന്നുള്ളത് അറിയില്ല, ഫ്ലക്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ അത് ഏത് രീതിയിൽ കാണും? അതിന്
ഇതില് പറയാം. എനിക്ക് തോന്നുന്നത് അത് ഫ്ലക്സുകൾ യഥാർത്ഥത്തില് പ്രവർത്തകർ മാത്രം വെക്കുന്നതല്ല. ഇതില് കുത്തിത്തിരിപ്പ് എന്നുള്ള പ്രശ്നം കൂടി വരുന്നുണ്ട്. അത് കുത്തിത്തിരിക്കാൻ പരമാവധി പല പാർട്ടികളും ശ്രമിക്കുന്നുള്ള ഉദാഹരണമാണ് ഈ ഫ്ലക്സുകൾ. ഉദാഹരണമായിട്ട് ഇപ്പൊ അടുത്തന്നെ വന്നല്ലോ, നമ്മള് തൃശ്ശൂരിലാ മറ്റാന്ന് തോന്നുന്ന ഒരു ബോർഡ് വന്നത്, CPM വെച്ചു. അയാൾ അതിന് പശ്ചാത്തലം പറയുകയും ചെയ്തപ്പോ ഞാനത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് തന്നെയാണ് അയാൾ പറയുന്നത്. അതേ രീതിയിൽ കാണാതെ ക്യാമറ ഇല്ല, എല്ലായിടത്തും ക്യാമറ ഉണ്ടായിക്കോളുന്നില്ലല്ലോ. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ പല ഭാഗത്തും ഫ്ലക്സുകൾ മറ്റുള്ളവർ വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഫ്ലക്സ് വരുന്നത് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ പാർട്ടി ഫ്ലക്സ് എല്ലാവരും വെക്കൂല. തുടക്കം തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കിട്ടി, അതിന്റെ ആഘോഷമൊക്കെ ആഘോഷിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ആ സംഭവം കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവും എന്നുള്ള ജനങ്ങളെ പ്രതീക്ഷ നമ്മൾ കാണുകയാണ്. അപ്പോ ശരിക്കും ആ തുടക്കത്തിൽ തന്നെ നേതാക്കന്മാർ വളരെയേറെ പലതും ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഈ ഇഷ്യൂ ആകാനുള്ള കാരണങ്ങൾ പലതും ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പൊ ഇന്നലെ 3 പേര് ഡൽഹിയിൽ നിന്ന് അവര് ചർച്ച കഴിഞ്ഞ് 3 പേര് ഒരുമിച്ച് ഇറങ്ങിയിട്ട് 3 പേരും പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഫ്ലക്സ് വെക്കരുത്, നാട്ടിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രകടനം പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അടങ്ങി. അത് തുടക്കത്തിൽ തന്നെ ഈ ചർച്ചക്ക് ഈ ചർച്ച വഷളാവും എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഇവര് 3 പേരും അങ്ങനെ ഒരു നിലപാട് പുറത്തിറങ്ങി പത്രസമ്മേളനം വിളിച്ച് നിലപാട് എടുത്തിരുന്നെങ്കിൽ രൂക്ഷമാവുകയായിരുന്നു. പക്ഷെ അവിടൊക്കെ ചെറിയ പാളിച്ചകൾ പല രീതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതില് ഇപ്പൊ ഇന്ന് ജനങ്ങൾ വല്ലാണ്ട് ഒരു മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നതായി കണ്ടില്ല. പുലി വരുന്നത് എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ അത്രത്തോളം ഒരു ഹൈ ഇഷ്യൂ ആയിട്ട് മുഖ്യമന്ത്രി തളർത്തി വെച്ചത് പോലെ തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലെ, ഇന്നലെ പിന്നെ അത് ഉണ്ടായിരുന്ന ആ ഒരു ട്രെൻഡ് മുഖ്യമന്ത്രിയുടെ ഒരു എന്താ പറയാ ഒരു തമാശ രൂപേണയിലേക്ക് മാറിയോ എന്നൊരു ചെറിയൊരു സംശയം. അല്ല, അതായത് പുതിയ പെട്ടെന്ന് ഒരാൾ വരുമ്പോ അതിന്റെ തീവ്രത, അഭിപ്രായത്തിന് തീവ്രത കുറയാനും ജനരോഷം കുറയാനുമാണ് തോന്നുന്നെങ്കിൽ അത് തണുപ്പിക്കാൻ തോന്നുന്നു. എന്റെ അഭിപ്രായമാണ്. പിന്നെ ഖാർഗെ ഇവിടെ നാട്ടിലില്ലായിരുന്നു എന്ന് കേട്ടു. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലാണ്, ഖാർഗെ ഇവിടെ ഇല്ല എന്നുള്ള അഭിപ്രായമൊക്കെ പേപ്പർ വായിച്ചു കേട്ടു. തമിഴ്നാട്ടിനെ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി തമിഴ്നാട് റിസൾട്ട് വരുന്നു, പെട്ടെന്ന് ആരൊക്കെ പിന്തുണയ്ക്കുന്നു ഇല്ല എന്നുള്ള ശക്തമായ 2 ദിവസത്തെ ചർച്ചകൾ വേഗത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ നിലപാടിലേക്ക് വിജയ് മാറുകയും ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ തമിഴ്നാടിന്റെ കാര്യങ്ങൾ നീക്കുന്നു അല്ലെ. ഇത് നോക്കുമ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളും കാണുന്നത് അല്ലെ. അതായത് ഞാനും ഷാലിദും നിങ്ങളൊക്കെ നമ്മൾ പല ആളുകളും വോട്ടിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയ ആളുകളാണ്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഞങ്ങളോട് ചോദിക്കുക ആളുകളെ, എന്തേ മുഖ്യമന്ത്രി ആവാത്തത്, എന്തേ തീരുമാനിക്കാത്തത്, ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ ചൂടിപ്പോവാ. ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മള് നമ്മളെ KPCC നിർദ്ദേശപ്രകാരം പ്രചരണം കാര്യങ്ങളൊക്കെ ഇന്ദിര ഗ്യാരണ്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചർച്ച ചെയ്ത് പോകുന്നതാണ്. എന്നിട്ടാണ് വോട്ട് വാങ്ങിക്കുന്നത്. നമ്മളാണ് പ്രഥമ ആളുകൾ, ഈ വോട്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന ആളുകൾ. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ചൂടിപ്പോവാ. എന്താ മറുപടി പറയാ? നമ്മള് തൽക്കാലം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട്, കടക്ക് പുറത്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു. പക്ഷെ ഇത് ശാശ്വതമല്ലല്ലോ, എന്നത് പറയാനില്ലല്ലോ. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഭയങ്കര വീഴ്ചയായിട്ട്, നേരത്തെ പറഞ്ഞ വീഴ്ചയാണ്. അതിന് പെട്ടെന്ന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ജനങ്ങൾ ഭയങ്കര രോഷത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടല്ല എനിക്ക് തോന്നുന്നത് ഈ MLA-മാരുടെ എണ്ണം എല്ലാം കണ്ടത് കൊണ്ട് തോന്നുന്ന ഒരു ചോദ്യം മാത്രമാണ്. നിരീക്ഷണത്തിൽ നിങ്ങളുടെ എന്താണ് അവസ്ഥ എന്ന് പറയാം, നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിസം കൂടുതലാണ്, ഗ്രൂപ്പുപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്, നല്ല വിഭാഗീയത കോൺഗ്രസിനകത്തുണ്ട്, അത് പുറത്തും പല സമയത്തായിട്ട് പല വാർത്താമാനങ്ങൾ വന്നുള്ള കാര്യങ്ങൾ. ഈ ഗ്രൂപ്പിസം ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആളുകൾ കൂടുതലുള്ള ആളുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും അത് ഗ്രൂപ്പിസം പ്രകടമാണ്. ഇല്ല, അതൊരിക്കലല്ല. നമ്മള് കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഈ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ വർഷം നമ്മളെ നയിച്ചത് ഗ്രൂപ്പില്ലാതെയാണ്. പ്രതിപക്ഷ നേതാവ്. അപ്പോ അതിനുശേഷം തന്നെ നമ്മളിലൊന്നും ഗ്രൂപ്പ് അത്യാവശ്യം ഈ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം ഗ്രൂപ്പ് വർക്ക് ചെയ്യാറുള്ളൂ. ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഭരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഗ്രൂപ്പ് ബാധിക്കാറില്ല. ആ നിലപാട് തന്നെ ഇനിയും ഉണ്ടാവുള്ളൂ, അതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. വി.ഡി. സതീശൻ പറഞ്ഞ വാക്ക് വീണ്ടും പറയുകയാണ്, ഞാൻ ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചില്ല, ഞാൻ പാർട്ടിയെ വളർത്താൻ ശ്രമിച്ചു.
വി.ഡി. സതീശൻ വരുന്ന സമയത്ത് പാർട്ടികൾ, അതല്ലാതെ MLA പോലുള്ള ആളുകൾ വരുന്ന സമയത്ത് ആ രീതിയിൽ തുറന്നു പറയുക, ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥ വരുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല ഉണ്ടാവുക. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. സാധ്യതയില്ല. പൂർണ്ണമായും ജനാധിപത്യമായി അവനവന് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പിസം വരുമെങ്കിലും അത് അതോടെ ഒഴിഞ്ഞങ്ങ് പോകും. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുള്ളൂ. അത് അങ്ങനെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. ഭരിച്ച കാലം ജനങ്ങളെ ബാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇപ്പൊ KC ആണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്, അങ്ങനെ ആണെങ്കിൽ തന്നെ നല്ല ഭരണം കാഴ്ച വെക്കുകയാണെങ്കിൽ ആളുകൾ കുറേശ്ശൊക്കെ മറക്കാൻ തുടങ്ങും. ഇവിടെ ആവശ്യം നല്ല ഭരണ കാഴ്ച വെക്കുക എന്നുള്ളതാണ്. പക്ഷെ കേരള പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ചിത്രം കണ്ടിരിക്കുന്നത് വി.ഡി. സതീശനിലാണ്. അവിടെയാണ് ഇപ്പം ഫൈറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അത് ആളുകളുടെ ആകാംക്ഷയാണ്. വി.ഡി. അല്ലെങ്കിൽ ഞങ്ങളെ സ്വപ്നമൊക്കെ തകരും, അത് പ്രായോഗികമാവൂലേ എന്നുള്ള ഒരു തോന്നല് വരുന്നുള്ളൂ. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അങ്ങനെ അത് വലിയ പ്രത്യാഘാതം തന്നെ ആയിരിക്കും. മുരളീധരൻ പറഞ്ഞാൽ വലിയ പ്രത്യാഘാതമായിരിക്കും. പക്ഷെ വി.ഡി. സതീശൻ അല്ലെങ്കിൽ അതേ ചിത്രത്തിൽ അത് നികത്തിക്കൊണ്ടായാൽ മറ്റൊരു ഭരണാധികാരിക്ക് സാധിച്ചാൽ അതതിന് മാറ്റം വരും. ഭരണാധികാരിക്ക് സാധിച്ചാൽ എന്നുള്ളതിന് മുൻപൊരു ചോദ്യം, വി.ഡി. സതീശൻ ആണ് മുഖ്യമന്ത്രി അല്ല എന്നുള്ള ഒരു ചെറിയൊരു സംശയം വന്നപ്പോ തന്നെ ഒരുപാട് ജനങ്ങളും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ തെരുവിലും ഇറങ്ങി നല്ല ചർച്ച നടക്കുന്നു. നല്ല ചർച്ചകളും തെരുവില് പ്രക്ഷോഭങ്ങൾ അടക്കുന്നുണ്ട്. അപ്പോ വി.ഡി. സതീശൻ എന്തായാലും കോൺഗ്രസിൽ നിന്നും വലിയ അണികളുടെ ഒഴുകിപ്പോക്ക് ഉണ്ടാവാൻ സാധ്യത ഇല്ലായില്ല, നടന്നുകൂടായില്ല. അത്ര രോഷത്തിലാണ് ജനങ്ങൾ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ പിന്നെ ഈ ജനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അല്ല, ഒഴിഞ്ഞുപോക്ക് എന്ന് പറയുമ്പോ ഇവിടെ ഇലക്ഷൻ ഒന്നും വരുന്നില്ലല്ലോ. ഈ ഒഴിഞ്ഞുപോക്ക് മെമ്പർഷിപ്പും അതേപോലെ തന്നെ രാജിക്കത്തും കോൺഗ്രസിലേക്ക് കയറി വന്ന് അത് മറ്റുള്ള പാർട്ടികൾക്ക് എങ്ങനെ MLA-മാരോ സാധാ ജനങ്ങളും അതേപോലെ തന്നെ യൂണിയൻസിൽ മറ്റുള്ള ചുമതല വഹിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, വലിയ നേതാക്കന്മാരല്ലെങ്കിൽ പോലും അല്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവും. എങ്കിലും അത് ഭരണത്തിന്റെ മികവുകൊണ്ട് അതൊക്കെ കവർ ചെയ്ത് കവർ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതല്ല, ജനങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത പോലെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ അതുപോലെ അതൊരിക്കലും നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി, KSRTC സൗജന്യം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പെൻഷൻ, ഇങ്ങനത്തെ ജനകീയമായ അടിത്തറയുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം. അതൊക്കെ കവർ ചെയ്ത് പോകാനാണ് സാധ്യത. ഒന്നും സംഭവിക്കില്ല. ഇതില് നല്ല ഭരണം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് 6 മാസത്തെ ടാസ്കാണ്. 6 മാസം കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടത് വി.ഡി. സതീശൻ അല്ല അല്ലേ? സതീശൻ അല്ല എങ്കിൽ 6 മാസം കൊണ്ട് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന വാദമുണ്ട്, KC എവിടെയാണോ നിൽക്കുന്നത് ഞങ്ങൾ അവിടെ ക്യാമ്പയിൻ നടത്തി തോൽപ്പിക്കുമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ. അത് ശരിയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരെ ജനങ്ങളാണ് വികാരം, പൊതുവികാരം അത് തന്നെയാണ്. അതായത് വി.ഡി. സതീശനാണ് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയായിട്ട്. നമ്മളൊരു പക്ഷം പറയല്ല, ജനങ്ങളുടെ നിലപാട് പറയും. അതെ, ജനങ്ങളെയാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. അതെ, എന്താണെങ്കിലും അതെല്ലാം അതെ അതെ ഇന്ന് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ക്യാമ്പയിനുകൾ. എന്ത് ഇപ്പൊ നമ്മൾ ടോൾ പ്ലാസ വരെ കൂട്ടിയതും പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലൂടെയാണ്. നമ്മൾ സംസാരിക്കുന്നത് അത് പോയി നടന്ന ക്യാമ്പയിൻ നടന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പൊ നമ്മളും ജനങ്ങളുമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ആണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ശരിക്കും എഫക്റ്റീവായി ജനങ്ങൾ, അതായത് പുറത്തിറങ്ങി തന്റെ അഭിപ്രായം പറയാൻ പറ്റാത്ത ഭയമുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയ. അവർക്ക് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുവരാനുണ്ടാകും. അപ്പൊ ഈ ഒരു വിഷയം, ഈ ഒരു ക്യാമ്പയിൻ 6 മാസം കൊണ്ട് നടന്നില്ല എങ്കിൽ അത് അവര് KC ആണെങ്കിൽ KCയെ തോൽപ്പിക്കുന്നതിലേക്ക് എത്തുകയും, അത് മാത്രമല്ല അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ജനവികാരം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായും അത് കേരളം ഭരണത്തെയും കേരളത്തെ വരാൻ പോകുന്ന ഗവൺമെന്റിനെയും കോൺഗ്രസിനെയും വളരെ പ്രതികൂലമായി ബാധിക്കും. 6 മാസം കൊണ്ടൊന്നും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയൂല, ആർക്കായാലും ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജനവികാരം എങ്ങനെയാണോ നിലനിൽക്കുന്നത് വെച്ചാൽ അത് KCക്ക് പ്രതികൂലമായിട്ട് മാറാനാണ് സാധ്യത ഉണ്ടാവുക.
മാത്രമല്ല അവിടുത്തെ പിന്നെ ട്രഷറിയിൽ തന്നെ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ഏൽമാരാക്കി വരുമ്പോൾ സമയം പിടിക്കുന്നതാണ്. ഇപ്പോ KC പറഞ്ഞതാണെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. KSRTC സ്ത്രീകൾക്കുള്ളത് സൗജന്യമായിട്ട് നൽകാമെന്നുള്ളത്. ഇപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അത് പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരെ. അല്ല, അവർക്കും ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത്. അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥയില്ല. കാരണം എല്ലാവരും KSRTCയെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ അത് ഇവർക്ക് വല്ലാതെ ബാധിക്കും. അങ്ങനെ ആകുമ്പോ ഇത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് വലിയ സമരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എങ്ങനെ സാധ്യമാക്കും എന്നുള്ളത് കൂടെ പഠിക്കേണ്ടതുണ്ട്. അല്ല, ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠന വിധേയമാക്കിയിട്ടാണ് ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, VD സതീശനിൽ നമുക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്, കാഴ്ചപ്പാട്. അത് എന്തായാലും നഷ്ടത്തിലേക്ക് വരൂല, അത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുള്ളൂ എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ് ജനങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ കട്ടപ്പുറത്താവും എന്നൊക്കെ പറയുന്നുണ്ട്, KSRTC കട്ടപ്പുറത്താവും. അപ്പൊ അത് VD സതീശൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടാണ് നമ്മളിത് പ്രായോഗികമാക്കാൻ കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ആവും എന്നുള്ള വിശ്വാസമാണുള്ളത്. അത് മറ്റുള്ള ഒരു കാര്യം കൊണ്ടോ വേറെ എന്തെങ്കിലും ഇപ്പൊ വേറെയുള്ള വകുപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും അത് കടം നികത്തുകയോ അല്ലെങ്കിൽ അത് മേക്കപ്പ് ചെയ്ത് പോവുക. ഇപ്പൊ ഒരൊറ്റ കാര്യം വേറെ പറഞ്ഞിട്ട് VD സതീശന്, സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ടിക്കറ്റിന്റെ ഒരു ഭാഗത്ത് അഡ്വർടൈസ്മെന്റ് പരസ്യം ഉണ്ടാവും. ഇപ്പൊ നമുക്കിപ്പോ പിന്നെ സാധാരണ ഈ ജ്വല്ലറി പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തും. അപ്പൊ പരസ്യം ചെയ്യുന്നതിന്റെ ഒരു പൈസ, അഡ്വർടൈസ്മെന്റ് പൈസ. അപ്പൊ അത് കൂടുതൽ ഡെവലപ്പ് ആവുന്നതനുസരിച്ച് കൂടുതൽ ഈ അഡ്വർടൈസ്മെന്റിന്റെ ആളുകൾ ഇങ്ങനെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പം ചാനലുകാരൊക്കെ പരസ്യം കൊണ്ട് മുന്നോട്ട് പോകണമായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു സ്റ്റിക്കറോ മറ്റൊന്ന് പതിക്കണ്ട എന്ന് പറയുന്നു. ഗണേഷ് കുമാർ എന്താക്കിയിട്ടുണ്ട്, KSRTCയിൽ പൂർണ്ണമായും പരസ്യങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന 2 സംസ്ഥാനത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എഫക്റ്റീവും മെറിറ്റും ഡിമെറിറ്റും പഠിച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അത് വർക്കൗട്ട് ആവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. VD സതീശനിൽ നമ്മൾ അപ്പുറം ഇപ്പുറം ജനങ്ങൾ ചിന്തിച്ചില്ല അതിനെക്കുറിച്ച്. VD സതീശൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കും, അത് ശരിയാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ. അത് ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ല. അതിനെപ്പറ്റി ഇത് മാത്രമല്ലല്ലോ, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. 150 ഡോക്ടർമാരെ ഇരുത്തിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പത്രസമ്മേളനം വിളിക്കുന്നത് പറയുന്നതൊക്കെ. അപ്പം കുറിച്ച് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ സാധാരണ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവം, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പഠിക്കട്ടെ എന്ന് പറയുന്നത്, ഇത് നേരെ പഠിച്ചതിന് ശേഷം ഇന്ന ഒരു കേരളം കണ്ടിട്ടുള്ള ഒരു ഭരണത്തിന് വിപരീതമായിട്ടാണ് അപ്പൊ VD സതീശൻ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ട നേതാക്കളുടെ ഒരു അല്പം വ്യത്യാസം തന്നെയാണ് VD സതീശൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങള് നമ്മള് പിന്നെ ഒരു ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഞാനത് പഠിച്ചു വരട്ടെ എന്ന് പറയുന്നതിന് പകരം അത് പഠിച്ചതിന് ശേഷമാണ് അത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് കറക്റ്റ് വ്യക്തമായ ഉത്തരം നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. കേരള ചരിത്രത്തിൽ 2ാം തവണയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വഴിയുന്നത്. ഇനി അല്ല, അങ്ങനല്ല, കൂടുതൽ വൈകാന്ന് പറയാൻ പറ്റൂല. കാരണം ഇതിന്റെ മുമ്പ് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ വരുന്നത്. VS പിണറായി വിജയന്റെ കാലത്തും ഇപ്പോ ഈ ഒരു സമയം. പിന്നെ ഡൽഹിയിൽ ഇതേപോലെ BJP സർക്കാർ വരെ 50 ദിവസത്തോളം പിടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ആദ്യമായിട്ടുള്ള സംഭവം ഒന്നല്ല. VSന്റെ കാലത്തും BJPയുടെ ഡൽഹി ഭരണത്തിലും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ തവണയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ 2ാം തവണ. എന്തായാലും ജനങ്ങളെ മനസ്സിലായി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന നല്ലൊരു മുഖ്യമന്ത്രി വരട്ടെ, നല്ലൊരു ഗവൺമെന്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായും നല്ല നേതാക്കന്മാരാണ്, നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. എല്ലാവർക്കും അതിൻ്റെതായ മെച്ചവും മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. അപ്പൊ ആരായാലും ഭരണം നന്നാവട്ടെന്ന് ആശംസിക്കാം, അത്രേ പറയാൻ പറ്റൂ. എല്ലാവിധ ആശംസകളും. ഇന്നത്തെ പ്രോഗ്രാം